അടുത്തതായി നമ്മുടെ VBSന്റെ ഫൈനൽ ഡേ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുവാനായി നമ്മുടെ ഇടവാംഗമായ റവറൻ സജി ബാബു അച്ഛനെ ക്ഷണിക്കുന്നു. ദൈവതിരുനാമം വാഴ്ചപ്പെടുമാറാകട്ടെ. ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ അച്ഛൻ, VBSന് ഈ ദിവസങ്ങളിലൊക്കെ അനുഗ്രഹീതമായ നേതൃത്വം നൽകി വരുന്ന ടീച്ചർ, പ്രത്യേകിച്ച് അധ്യാപകരെ, വോളണ്ടിയേഴ്സായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കന്മാരെ, അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മൾ VBS ഇരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളോടും ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. കേൾക്കാമോ? നിങ്ങൾക്ക് കേൾക്കാനാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് അവിടെ ഇരുന്ന് കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്ന് നിന്ന് മൈക്കിൽ കൂടെ പറയേണ്ടി വരും. റെഡിയാണോ? ടീച്ചറെ, ഇവർക്ക് വലിയ ശബ്ദമൊന്നുമില്ലല്ലോ. 10 ദിവസം ഇങ്ങനെ ആയിരുന്നു. അതാ പിന്നെ ഉറക്കെ പറ. നിങ്ങളുടെ VBSന്റെ തീം എന്തുവാ? അതിൻ്റെ മലയാളം എന്തുവാ? പക്ഷെ നിങ്ങൾക്ക് വലിയൊരു ഉറപ്പൊന്നും ഇല്ലാത്തല്ല ഈ മറുപടി പറയുന്നേ. ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വലിയ ഉറപ്പൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനാണോ? ഒന്ന് എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ. ക്രിസ്തുവിൽ ഒന്നുകൂടെ. ഈ ഭാഗത്ത് നിന്ന് യാതൊരു ശബ്ദമില്ലല്ലോ. ക്രിസ്തുവിൽ ഉറച്ചു നിൽപ്പിന് ഒന്ന് പറഞ്ഞേ. ഇച്ചിരിയും കൂടെ. ഞാൻ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നമുണ്ട്. മറുപടി പറഞ്ഞില്ല, ഭയങ്കര പ്രശ്നം. നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ മറുപടി പറയോ ഇല്ലയോ? എന്നാ ഉറക്കെ പറ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു VBS കാണുന്നത്. കാരണം ഞങ്ങളുടെ പള്ളിയിൽ പണ്ട് പിള്ളേർ, ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഭയങ്കര ബഹളമായിരുന്നു. ഞാൻ ശാന്തമായിട്ടിരുന്ന് അടങ്ങി ഒതുങ്ങി അച്ചടക്കത്തോടെ പഠിച്ചതുകൊണ്ട് അച്ഛനായി. എല്ലാവരും വിശ്വസിച്ചല്ലോ? എല്ലാവരും വിശ്വസിച്ചു എന്ന് കരുതരുത്. അതുകൊണ്ട് ഉറക്കെ പറയുക. ഓക്കെ, ഉറക്കെ പറയുന്നവരെല്ലാം അച്ഛന്മാരാവും എന്നുള്ളതാണ്. അതാണ് ഇന്നത്തെ ഹൈലൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു വലിയ സന്തോഷത്തിൻ്റെ നാളുകളാണ്. കാരണം ഞാൻ മെനഞ്ഞാന്നാണ് വന്നത്. ഏകദേശം 12:30 വന്നത്. അന്നേരമാണ് അറിയുന്നത് ഇവിടെ 1 മണിക്ക് സ്നേഹവിരുന്ന് ഞാൻ അറിയാതെ ആരോ വിളമ്പുന്നുണ്ടെന്ന്. ആ ഒരു ഒറ്റ നിമിഷം അന്നേരം കുളിച്ച് കുപ്പായം എടുത്തിട്ട് വരുന്നു എന്നുള്ളത് ഇത്രയും നാൾ ശീലിച്ച ഒരു ശീലത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഏകദേശം 1300 കിലോമീറ്റർ യാത്ര ചെയ്ത് വന്നതാണ്. പക്ഷെ അന്നേരം നമുക്ക് വീട്ടിലിരിക്കാനായിട്ട് തോന്നത്തില്ല. അതാണ് പഠിച്ച ഒരു ശീലം. ഇന്ന് വൈകിട്ട് 6 മണിക്ക് ട്രെയിന് പോകണം. ഞാനൊരു തുണി പോലും മടക്കി വെച്ചിട്ടില്ല. പക്ഷെ എന്നാലും നമ്മൾ ഇവിടെ വന്ന് ചേർന്ന് ഇവിടെ ഇരിക്കുന്ന ഒരാളെ പോലും എനിക്ക് പരിചയവുമില്ല. കാരണം ഞാൻ 2010 ഇവിടുന്ന് പോയതാണ്. എനിക്ക് അധികം പരിചയങ്ങൾ ആരും കൊച്ചുങ്ങളില്ല. കസേര ഇരിക്കുന്നവരും ബെഞ്ചിരിക്കുന്നവരും മാത്രമേ പരിചയമുള്ളൂ. എങ്കിൽ കൂടെ ഇതൊരു സന്തോഷമാണ്. ആ സന്തോഷം നിങ്ങൾക്കുണ്ടോ? ഒരു സന്തോഷം ഇല്ലയോ? ടീച്ചർ 10 ദിവസം പഠിപ്പിച്ചിട്ട് നിങ്ങൾക്കൊരു സന്തോഷം ഇല്ലെങ്കിൽ ടീച്ചർ സങ്കടത്തോടു കൂടി പോകും. അതാണോ? സന്തോഷമുണ്ടോ? അപ്പം ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് നിർത്തിക്കോളാം. ഓക്കെ ആണോ? അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ പെട്ടെന്ന് നിർത്തും. ഇല്ലെങ്കിൽ ഞാൻ 45 മിനിറ്റ് സംസാരിക്കും. ഏത് വേണം? ശ്രദ്ധിച്ചിരിക്കുകയെങ്കിൽ ഒരു 3 മിനിറ്റിൽ നിർത്തും. ഓക്കെ ആണോ? ഒരിക്കൽ ഒരു അപ്പനും മകനും അവരുടെ ഒരു യാത്രയെ പറ്റി പറയുന്നുണ്ട്. അതിപ്രകാരമാണ്. മകന്റെ റോൾ മോഡൽ അപ്പനാണ്. ആരാണ്? അപ്പോൾ മകന്റെ ആഗ്രഹം എന്ന് പറയുന്നത് അപ്പൻ എങ്ങനെ ജീവിച്ചോ, അപ്പൻ എങ്ങനെ വളർന്നോ അതുപോലെ വളരുക എന്നുള്ളതാണ്. ഒരു 5 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചിന്റെ ആഗ്രഹം. എത്ര വയസ്സുണ്ട്? അപ്പൊ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? 5 വയസ്സ്. അപ്പൊ 5 വയസ്സുള്ള അപ്പനെ പോലെ വളരണമെന്ന ആഗ്രഹം.
ആണേ. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തിരുവനന്തപുരത്തിന് യാത്ര ചെയ്യാൻ പോവുകയാണ്. എങ്ങോട്ട് പോവാ? തിരുവനന്തപുരത്ത്. എങ്ങനെയാ പോകുന്നത്? വണ്ടിയിൽ, അല്ല പിന്നെ നടന്നു പോകാൻ പറ്റത്തില്ലല്ലോ. ട്രെയിനിലാണ് പോകുന്നത്. എങ്ങനെയാ പോകുന്നത്? ട്രെയിനിന് പോകാൻ വേണ്ടി അവർ ബസ് സ്റ്റാൻഡിൽ വന്ന് നിന്നു. ആണോ? ട്രെയിനിൽ പോകാൻ വേണ്ടി ബസ് സ്റ്റാൻഡിൽ വന്ന് നിന്നു, അങ്ങനെയാണോ? അല്ല, റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിന്നു. റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിന്നപ്പോഴാണ് ഒരു വെള്ളരിപ്രാവ് ഇങ്ങനെ പറക്കുന്നു. വെള്ളരിപ്രാവ് അറിയോ? എന്നാൽ ഞാൻ ഇംഗ്ലീഷ് പറയട്ടെ അതിൻ്റെ വെള്ളരിപ്രാവിൻ്റെ. അത് പറയാൻ എനിക്കറിയത്തില്ല. വെള്ളരിപ്രാവ് ഇങ്ങനെ വട്ടവിട്ട് പറക്കുന്നു. അപ്പോൾ ഈ 5 വയസ്സുള്ള ഈ കൊച്ച് അപ്പൻ്റെ കൈയൊക്കെ എന്നെ മുറുകെ പിടിച്ചിട്ട് അപ്പനെ കാണിച്ചു കൊടുത്തു. അതുകൊണ്ടൊരു വെള്ളരിപ്രാവ് നിൽക്കുന്നു എന്നാ പറഞ്ഞു. ആണേ. അങ്ങനെ ഇരിക്കെ ട്രെയിൻ വന്നു. ട്രെയിന് മറുപടി പറയില്ല, ഞാൻ പറഞ്ഞില്ല, 45 മിനിറ്റ് എടുക്കും. ട്രെയിൻ വന്നു. അപ്പോൾ ഈ ട്രെയിൻ വന്നപ്പോൾ ട്രെയിനിൽ കയറാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഈ ട്രെയിൻ വന്ന വഴി ഈ വെള്ളരിപ്രാവ് എന്ന് പറയുമ്പോൾ ട്രെയിനകത്ത് അടിച്ചിട്ട് അത് അവിടെ വീണ് ഇങ്ങനെ പെടയാൻ തുടങ്ങി. ഇങ്ങനെ പെടയുകയാണ് കിടന്ന്. അപ്പോൾ ഈ അപ്പൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ഈ മോൻ പറയുന്നു, അപ്പ ആ പ്രാവ് അവിടെ കിടന്ന് പെടയുന്നു, നമുക്കതിനെ രക്ഷിക്കണം. അതിൻ്റെ ശരീരത്തെ മുഴുവൻ ചോരയാ, വെള്ളയൊക്കെ മാറി മൊത്തം ചുമപ്പായി അല്ലേ, അതുകൊണ്ട് നമുക്ക് ഈ പ്രാവിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ട്രെയിൻ പോകാൻ നേരമായി, നമുക്ക് പോകാം. വീണ്ടും അപ്പൻ വീണ്ടും ഇവൻ്റെ കയ്യിൽ ഇങ്ങനെ മുറുക്കെ പിടിച്ച് ട്രെയിനകത്ത് കയറി തുടങ്ങിയപ്പം ഈ മോൻ വെളിയിലോട്ട് പിടിക്കുകയാണ്. കാരണം ഈ പ്രാവ് ഇങ്ങനെ കിടന്ന് പെടയുകയാണ്. ആണോ? അപ്പോൾ അവസാനം ഈ അപ്പൻ ഇവനിങ്ങനെ വലിച്ച് ട്രെയിനകത്തോട്ട് കയറ്റി പോകുന്നുണ്ട്. ട്രെയിനകത്തോട്ട് കയറി പോകുമ്പോൾ ട്രെയിൻ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഇവനെ ആ ജനാലയിലൂടെ ഇങ്ങനെ വെളിയിലോട്ട് നോക്കുക. വെളിയിലോട്ട് നോക്കിയപ്പം അപ്പോഴും ആ പ്രാവ് ഇങ്ങനെ കിടന്ന് പെടയുകയാണ്. എന്നിട്ട് അപ്പനോട് ഈ മകൻ പറയുന്ന ഒരു മറുപടിയുണ്ട്. ആ മറുപടി ഇപ്രകാരമാണ്, അപ്പാ, ഓൾ ലെസൺസ് ഗോ വേസ്റ്റഡ് എന്ന് പറഞ്ഞാൽ അപ്പം പഠിപ്പിച്ച പാഠമൊക്കെ എന്തുമായിട്ട് പോയി? വേസ്റ്റായി പോയി. അപ്പൻ പറഞ്ഞത് ഇതുവരെ എന്താണ്? ആൾക്കാരെ ശുശ്രൂഷിക്കണം, സഹായിക്കണം, ഒരാവശ്യം വന്നാൽ ഓടിയിറങ്ങി ചെല്ലണം, ആരെങ്കിലും മരണകരമായ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ പോകുന്നവർക്ക് അവർക്ക് സഹായം കൊടുക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ട് ഒരു ട്രെയിൻ വന്നപ്പോൾ ഒരു പ്രാവിൻ്റെ കാര്യത്തിൽ പോലും അതിന് ശ്രദ്ധിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ അവിടെ പറയുന്നു, ഓൾ ലെസൺസ് ഗോ വേസ്റ്റഡ്. എൻ്റെ കുഞ്ഞുങ്ങളോട് ഒരു കാര്യം മാത്രം ഞാൻ പറയും, ഈ 10 ദിവസം പഠിപ്പിച്ചത് നമ്മളെ കണ്ടിട്ട് ആരും പറയരുത്, ഓൾ ലെസൺസ് ആൻഡ് ചാപ്റ്റേഴ്സ് ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ് വെന്റ് വേസ്റ്റഡ് എന്ന് പറയാനായിട്ട് ഇടയാക്കരുത്. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ പഠിച്ചോ, എന്തൊക്കെയാണോ നമ്മൾ ശീലിച്ചത്, ആ ശീലിച്ചതൊക്കെ ദൈവത്തിനനുസരിച്ച് മുതിർന്നു വരുവാൻ തക്കവണ്ണം സാധിക്കണം. അന്നേരം നിങ്ങൾ ഓർക്കണം, ഇതേപോലെ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. 10 ദിവസം ഞങ്ങളോട് പാട്ടുകൾ പാടി, 10 ദിവസം ഞങ്ങൾ അനുഗ്രഹമായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തു. ഞങ്ങൾ ചില പാഠങ്ങളൊക്കെ പഠിച്ചു. ആ പഠിച്ച പാഠങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉപകാരമായി തീർന്നു എന്നും കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ വന്നിട്ട് ഇങ്ങോട്ട് പറയണം, ഞങ്ങളും പണ്ട് ഇതേപോലെ വന്ന് VBSൽ തറയിൽ കുത്തിയിരുന്ന് വളരെ അച്ചടക്കത്തോട് പഠിച്ചു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്തത് കൊണ്ട് അലമ്പ് കാണിച്ചൊക്കെ പഠിച്ചു, കുറച്ചൊക്കെ ശീലിച്ചു. അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറി. അതിൽ ഞങ്ങൾ ഇന്നും സന്തോഷിക്കുന്നു എന്ന് പറയുവാൻ സാധിക്കണം. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ, നമ്മളുടെ ഈ അവസാനത്തെ ദിവസത്തിൽ നമ്മൾ ഒന്ന് മാത്രം ചിന്തിക്കുക, ക്രിസ്തുവിൽ ഉറച്ച് നിൽക്കുക. സ്റ്റാൻഡ് ഫേം ഇൻ ക്രൈസ്റ്റ്. ഉറച്ച് നിൽക്കുക. സ്റ്റിൽ യു ഹാവ് ടു ഗോ ഫർദർ ഇൻ യുവർ ലൈഫ്. കുറേ നമുക്ക് യാത്ര ചെയ്യാനായിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഈ 10 ദിവസത്തെ ശുശ്രൂഷകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരട്ടെ. പഠിപ്പിക്കലുകളും ഡാൻസുകളും ശീലങ്ങളും ഒക്കെ നമ്മുടെ മുമ്പോട്ടുള്ള വഴിയിൽ തങ്ങായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ VBSൻ്റെ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.